ചേതന ചോർത്തുന്ന വിഷാദം. സാധാരണ മിക്കവാറും എല്ലാവർക്കും വിഷാദമെന്ന രോഗം ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ശതമാനം ജനങ്ങളിൽ കണ്ടുവരുന്ന ഒരു മാനസിക രോഗമാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ. സ്ത്രീകളിൽ കണ്ടുവരുന്നതിനേക്കാൾ ഗുരുതരമായി പുരുഷന്മാരെ ഈ രോഗം സാധാരണ ബാധിക്കുന്നു. ജോലി നഷ്ടം, ധനപരമായ നഷ്ടങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തതിലുള്ള വൈമനസ്യം, വിവാഹ സംബന്ധമായ വേർപെടൽ, ഒറ്റയ്ക്കുള്ള താമസം, കുടുംബത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ മരണം എന്നിവയെല്ലാം വിഷാദ രോഗത്തിന് കാരണങ്ങൾ ആകാം. മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ ബാധിക്കുന്ന ഈ രോഗം ജീവനെ തന്നെ അപകടത്തിൽപ്പെടുത്താം. സാത്താനെ സംബന്ധിച്ച് ഒരു പഴയ കഥയുണ്ട്. ഒരിക്കൽ ദൈവം തൻ്റെ പ്രധാന ദൂതനെ സാത്താൻ്റെ അടുക്കൽ അയച്ചു. നിയോഗപ്രകാരം ദൂതൻ സാത്താനോട് പറഞ്ഞു, മനുഷ്യരെ പ്രലോഭിച്ച് അവരെ പരാജയപ്പെടുത്തുന്നതിന് നീ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും നിന്നിൽ നിന്ന് എടുത്തു കളവാൻ പോവുകയാണ്. അങ്ങനെ നിന്നെ നിരായുധനാക്കുമ്പോൾ മനുഷ്യർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ലല്ലോ. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് സാത്താൻ അറിയാം. അവൻ ദൂതനോട് കേണപേക്ഷിച്ചു, ഒരു ചെറിയ ആയുധം മാത്രം സൂക്ഷിക്കാൻ അനുവദിക്കണം. മറ്റുള്ളവയെല്ലാം ഞാൻ അടിയറ വയ്ക്കാം. വിഷാദം, ഡിപ്രഷൻ എന്ന ചെറിയ ആയുധമാണ് സാത്താൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് കരുതി ദൂതൻ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സാത്താൻ പൊട്ടിച്ചിരിച്ചു. അവൻ പറഞ്ഞു, ഈ ചെറിയ ആയുധം മാത്രം മതി എൻ്റെ ദൗത്യം വിജയിക്കാൻ. വിഷാദം എന്നുള്ളത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന മാരകമായ ഒരവസ്ഥയാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സിദ്ധാന്തിക്കുന്നു. റോജർ ബാരറ്റ് എന്ന ഗ്രന്ഥകാരൻ തൻ്റെ കൃതിയിൽ വിഷാദത്തെപ്പറ്റി നിർവചിക്കുന്നത് ഇങ്ങനെ: ഒരുവനെ വിവശനും വിമുഖനും കഠിന നിരാശനുമാക്കി തീർക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് എന്ന്. എല്ലാം നശിച്ചു എന്ന ആശയറ്റ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അവൻ്റെ കർമ്മചേതന ചോർന്നിട്ടില്ലാതെ പോകുന്നു. ഒന്നിലും ഉന്മേഷമോ ഉത്സാഹമോ തോന്നുകയില്ല. എല്ലാ ബന്ധങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും പിൻവാങ്ങി കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗത്തെ പോലെ സ്വയം ശപിച്ചുകൂടുന്ന ഒരു ദയനീയമായ അവസ്ഥ. മനോരോഗ വിദഗ്ധരെ സമീപിക്കുന്നവരിൽ ഒരു നല്ല പങ്കും വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരാണ്. കൗൺസിലിംഗ് കൊണ്ട് മാത്രം പരിഹരിക്കാനാവാത്തവർക്ക് ഔഷധങ്ങളും നിർദ്ദേശിക്കപ്പെടുന്നു. ചിലർക്ക് സമുദ്രത്തിലെ വേലിയേറ്റം പോലെ വിഷാദഭാവം വന്നും പോയുമിരിക്കുന്നു. വിഷാദചിന്ത ബാധിക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല. എന്നാൽ തങ്ങളുടെ പക്വമായ ചിന്തകളാലും ആത്മീയ ഉൾക്കാഴ്ച കൊണ്ടും അതിനെ അതിജീവിക്കുവാൻ അനേകർക്ക് കഴിയുന്നു. ഇസ്രായേലിലെ ധീരോദ്ധനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. സത്യദൈവമായ യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ചവൻ. ബാൽ എന്ന കനാന്യദേവൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അവരെ പരാജയപ്പെടുത്തിയവൻ. രാജാവിൻ്റെ അനീതിക്കും അധർമ്മത്തിനുമെതിരെ ശബ്ദമുയർത്തിയവൻ. പക്ഷേ അന്നത്തെ രാജ്ഞി ഇസബേൽ ഉയർത്തിയ ഭീഷണിക്ക് മുമ്പിൽ ഹസ്തപ്രതിജ്ഞനായി വിഷാദത്തിനടിമയായി പലായനം ചെയ്ത് ഒരു ചൂരച്ചെടിയുടെ ചൂട്ടിൽ അഭയം തേടി. അവിടെ വെച്ച് മരിക്കാൻ ഇച്ഛിച്ചു പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. പിന്നീട് ഈ വിഷാദത്തെ അതിജീവിച്ച് കൂടുതൽ ശക്തിയും ധൈര്യവുമായി ഏലിയാവ് പ്രത്യക്ഷപ്പെടുന്നു. മനഃശാസ്ത്രപരമായ അപഗ്രഥനവും കാര്യകാരണ വിവേചനവും ഇന്ന് സാധ്യമായിട്ടുണ്ട്. അവയെ നാം നിരസിക്കേണ്ടതില്ല.
ശാസ്ത്രത്തിൻ്റെ വളർച്ചയും നേട്ടങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനത്താലാണ്. അവിടുത്തെ പരിധിയിൽപ്പെടാത്ത ഒന്നുമില്ല. ഔഷധങ്ങളെല്ലാം നിരസിക്കേണ്ടതില്ല. അവ മനുഷ്യൻ്റെ നന്മയ്ക്കും സൗഖ്യത്തിനും ദൈവം നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. എന്നാൽ എല്ലാറ്റിലും അധികമായി നാം ആഗ്രഹിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ദൈവകൃപയിലും അവിടുത്തെ സഹായത്തിലുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ വരപ്രസാദം നമ്മിലേക്ക് ഒഴുകിയെത്തും. അവിടുന്ന് നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. നമ്മുടെ സ്വസ്ഥത അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മെ ആവരണം ചെയ്യുന്ന ഇരുണ്ട മേഘങ്ങളിൽ കൂടി അവിടുത്തെ പ്രസാദസ്വരം നമ്മിലേക്ക് വന്നെത്തും. ദാവീദ് രാജാവ് ചിലപ്പോഴൊക്കെ വിഷാദത്തിനടിമയായി തീർന്നിരുന്നു എന്ന് അദ്ദേഹം തന്നെ സാക്ഷിയാക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ഈ ചോദ്യം പല സങ്കീർത്തനങ്ങളിലും ഉയർത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവിടുന്ന് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവിടുത്തെ സ്തുതിക്കും. ദൈവമേ, നിനക്ക് സ്തുതി, അവിടുത്തെ നന്മകൾക്കായി സ്തുതി എന്നിങ്ങനെ സ്തുതിയുടെ ശബ്ദം ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ വിഷാദം അപ്രത്യക്ഷമാകാതിരിക്കുകയില്ല. നിരന്തരമായ സ്തുതി ഹൃദയത്തിൽ ഉയർത്തുന്ന അനുഭവത്തിൽ തുടർന്നാൽ സാത്താൻ്റെ വിഷാദം എന്ന ആയുധം നമ്മിൽ ഫലിക്കുകയില്ല നിശ്ചയം. ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. ആമേൻ, ആമേൻ.